എന്തായാലും ഞാൻ അങ്ങനെ നിങ്ങളെ വിട്ട് പോകുന്ന കരുതണ്ട. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് വയസ്സും തെറ്റല്ലേ. ഇക്ക ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നല്ല കാറ്റടിക്കണ്ടല്ലേ ഇവിടെ അല്ലേ? സന്തോഷമുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളടുത്ത്? നമ്മുടെ ലൈഫ് ഇപ്പൊ നല്ല റാഹത്തായിട്ടല്ലേ പോണത് അല്ലേ? ഞാൻ അങ്ങോട്ട് അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാണ്. ഇൻ കേസ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നിങ്ങൾ വേറെ കല്യാണത്തിനെ പറ്റി ചിന്തിക്കോ? അതായത് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 100% ഞാൻ വേറെ കല്യാണം. അങ്ങനെ സന്തോഷമുണ്ടോ ക്വസ്റ്റ്യൻ കേട്ടിട്ട്? അങ്ങനെ അതൊരു സാഹചര്യമാണ്, എന്തായാലും ചെയ്തേ പറ്റൂ. ആണിനെ അപേക്ഷിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പെണ്ണില്ലാതെ ജീവിക്കാൻ, അതായത് ഭാര്യ ഇല്ലാതെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ചോദിക്കാണ്ട് തിരിച്ച് നീ പെണ്ണാണല്ലോ, എനിക്ക് നീ സംഭവിച്ചു നീ വേറെ കല്യാണം കഴിക്കും. അല്ല അതിനെ പറ്റി ഞാൻ പറയാട്ടോ. നിങ്ങൾ പറഞ്ഞൊരു വേർഡില്ലേ, ഒരാണിന് ഒരു പെണ്ണില്ലാതെ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന്. അത് സമ്മതിച്ചു തരാൻ നിങ്ങൾ ആണുങ്ങൾക്ക് കുറച്ച് കുറവുണ്ട് അല്ലേ? കുറച്ചത് പറഞ്ഞുതരാം. അത് പിക്കറിന്റെ എന്തുകൊണ്ടാന്ന് എനിക്കറിയാം. ചോദിച്ചപ്പോൾ അതിന് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ആൻസർ പറഞ്ഞു. ഒരാണിന് ഒരു ഭാര്യയായിട്ട് തന്നെ വേണമൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ. ചില ആൾക്കാർ പറയും എനിക്ക് ഉമ്മ ഉണ്ടല്ലോ, എനിക്ക് പെങ്ങന്മാരുണ്ടല്ലോ, എനിക്ക് മോളുണ്ടല്ലോ എന്നൊക്കെ പറയും അല്ലേ? ഒരു ഉമ്മക്ക് ഉമ്മന്റെ പ്രായം നോക്കണം. പെങ്ങന്മാരൊക്കെ കല്യാണം കഴിച്ച് അവരെ വീട്ടിൽ നിന്നൊന്നും വന്ന് നോക്കുന്നതിന് ലിമിറ്റ് ഉണ്ടാവും. പെൺമക്കൾക്കും അതേപോലെ തന്നെയാണ് അല്ലേ? പാപ്പനോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ല അത് അല്ലേ? ഇനി ആ മക്കള് ഭാര്യമാരാണെങ്കിൽ ഒരാണല്ലേ ഒരു ഉപ്പ എന്ന് പറയുമ്പം അങ്ങനെ നോക്കാനും അതും ഒരു എന്തായാലും ഒരു ലിമിറ്റ് ഉണ്ടാവും അല്ലേക്ക? അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഭർത്താവ് വേറെ കല്യാണം കഴിക്കണം തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ മക്കളെ അല്ലേ, ഒരു മക്കളെ വെച്ചുകൊണ്ട് വീട്ടിലെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും എല്ലാം നോക്കാൻ ഒരാണിന് കഴിയില്ല. പുറത്ത് നമ്മളെ ജോലി ഉണ്ടാവും അല്ലേ? അല്ലേ? ഇനി എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യത്തിനോട് ഉത്തരം ഞാൻ പറയട്ടെ. ഒരു പെണ്ണിനെ സംബന്ധിച്ചില്ല, ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയാം. ഞാനൊരു 85% കല്യാണം കഴിക്കില്ല. കാരണം എനിക്ക് 2 ആൺകുട്ടികളാണ്. ഉണ്ട്. ഞാൻ അത് പറയാം, വരാം. 2 ആൺകുട്ടികളല്ലേ എനിക്കുള്ളത്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ജോലിയും ഉണ്ട് അല്ലേ? അപ്പം ഒരു കല്യാണത്തിനെ പറ്റി എനിക്ക് ചിലപ്പോൾ ചിന്ത വരില്ല അല്ലേ? എനിക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന എൻ്റെ മനസ്സ് എനിക്ക് അങ്ങനെയാണ് തോന്നണത്. പക്ഷേ ഈ ബാക്കി 15% എൻ്റെ വീട്ടുകാർക്ക് ഉള്ളതാണ് അല്ലേ? അവർക്ക് എന്നിലൊരു പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പം ചിലപ്പോൾ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരും 15% കേട്ടോ. പക്ഷേ ഞാനങ്ങനെ നിന്നില്ലെങ്കിലും എൻ്റെ കാര്യങ്ങൾ നോക്കാൻ എല്ലാവർക്കും കഴിയുക. ഒരു പെണ്ണിൻ്റെ കാര്യങ്ങൾ നോക്കാനും മക്കളാണെങ്കിലും അവർ നോക്കും, മരുമക്കളാണെങ്കിൽ നോക്കും, ഉമ്മക്കാണെങ്കിലും ബാക്കിയുള്ളവർക്ക് ആർക്കാണെങ്കിലും ഒന്ന് നോക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഒരു 50 വയസ്സൊക്കെ 60 വയസ്സൊക്കെ ആയിട്ടുള്ള ഒരു ഭാര്യ മരിച്ച ഒരു ഉപ്പനെ മക്കളാണെങ്കിലും എന്താ ആലോചിക്കാന്നറിയോ? ഒന്ന് കല്യാണം കഴിച്ചു കൊടുക്കാം. അത് അവരോട് ഇഷ്ടക്കുറവല്ല കേട്ടോ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു ഉമ്മ പലപ്പോഴും എല്ലാ വീട്ടിലും വിധവകൾ കൂടുതലുണ്ടാവും. അപ്പന്മാർക്ക് എപ്പോഴും നേരെ ഭാര്യമാർ വരും. അതിൻ്റെ കാരണം ഇതാണ് കേട്ടോ. എന്തായാലും ഞാൻ അങ്ങനെ നിങ്ങളെ വിട്ട് പോകുന്ന കരുതണ്ട. ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് വയസ്സും തെറ്റല്ലേ.